ബോബിച്ചമ്മ വ്യാജ ലോട്ടറി നടത്തിയാണ് ചായക്കച്ചവടത്തിന്റെ പേര്. താങ്കൾ ഇപ്പൊ പറഞ്ഞത് വളരെ ശരിയാണ്. ബോബി ചെമ്മണ്ണൂരിന് ലോട്ടറി നടത്താൻ ലൈസൻസ് ഇല്ല. ടിക്കറ്റ് വിൽപ്പനയാണ് ലോട്ടറി എന്ന് പറയുന്നത്. പ്രോഡക്റ്റ് വിൽക്കുന്നതിന് സെയിൽസ് പ്രൊമോഷനാണ് എന്നാണ് പറയുന്നത്. വളരെ കറക്റ്റാണ് ആ ഭാഗം. പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളെ ജയിലിന് പുറത്തിറക്കാൻ ബോബി ചെമ്മണ്ണൂർ 1 കോടി രൂപ വാഗ്ദാനം ചെയ്യുകയും അതിന്റെ പേരിൽ യാചനയാത്ര നടത്തുകയൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് പേർ അദ്ദേഹത്തെ നെഞ്ചോടെടുത്ത് വെച്ച് മഹാനാണ്, ഞാൻ ചേർത്ത് വയ്ക്കുന്നതെന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ബോച്ചേറ്റിയുടെ പ്രൊമോഷനായിരുന്നു. അബ്ദുൾ റഹീമിനെ സൗദി ജയിലിൽ നിന്ന് രക്ഷിച്ചത് ബോച്ചേറ്റിയുടെ പ്രൊമോഷന് വേണ്ടിയാണ് എന്നാണ് താങ്കൾ പറഞ്ഞത്. എന്റെ അമ്മോ, എനിക്ക് എന്താ ഞാൻ പറയുന്നതിനൊക്കെ. ഞാൻ 1 കോടി രൂപ ആദ്യം അങ്ങോട്ട് പ്രഖ്യാപിച്ചു. ഞാൻ ഇതിൽ ഇറങ്ങുമ്പോ എന്റെ മുമ്പിൽ 2 ആഴ്ച സമയമുള്ളൂ. ആകെ കമ്മിറ്റി കളക്ട് ചെയ്തത് 2,40,00,000 രൂപ. അപ്പൊ എനിക്ക് തീരുമാനമായി, ഇനിയുള്ള ഈ 2 ആഴ്ച കൊണ്ട് ഒന്നും സംഭവിക്കില്ല, 34 കോടി കിട്ടാൻ പോണില്ല. ചിലവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടപ്പോഴും തീരുമാനമായി അബ്ദുൾ റഹീമിന്റെ തല അറക്കും എന്നുള്ളത്. അപ്പൊ അവിടെ ഞാൻ 1 കോടി കൊടുത്തതും തട്ടിപ്പാണോ? ഇനി നിങ്ങൾ അറിയാത്തൊരു സാധനം പറയും. ഇതുവരെ ആർക്കും അറിയില്ല, കമ്മിറ്റിക്ക് പോലും അതിനെക്കുറിച്ച് അറിയുമെന്ന് അറിയില്ല. ഞാനേ ഇതിന്റെ ചെലവ്, വണ്ടി, ആൾക്കാര്, ചെലവ്, റൂം, കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി തിരിച്ചതിന് മൊത്തത്തിൽ 40 ലക്ഷം രൂപ ഞാൻ സ്പെൻഡ് ചെയ്തു. ഒരാള് നല്ല മനസ്സുള്ള ചോദിച്ചു, ബോച്ച 1 കോടി തന്നതല്ലേ, ആ ചെലവ് വരുന്നത് അതിൽ നിന്ന് എടുത്തോളൂ 40 ലക്ഷം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഇത് ഫ്രം ദ ഹാർട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഇന്ന് വരെ ഈ 40 ലക്ഷത്തിനെ കുറിച്ച് ഒരു സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു മീഡിയയിലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ എടുത്ത് പറയാം. ഇതിലെനിക്കൊരു രോഷമുണ്ട്. എന്താ, നമ്മള് പലതും ചെയ്യും, പരസ്യത്തിന് ചെയ്യും, പേര് കിട്ടാൻ ചെയ്യും, ഇതൊക്കെ എല്ലാവരും ചെയ്യും. ചില കാര്യങ്ങൾ ഫ്രം ദ ഹാർട്ട് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഈ 40 ലക്ഷം എനിക്ക് വേണമെങ്കിൽ അവിടുന്ന് വാങ്ങാം, ഇതുവരെ ചോദിച്ചിട്ടില്ല, വേണ്ടെന്നാ പറഞ്ഞു. അപ്പോ ഈ ഒരു കാര്യത്തിനെങ്കിലും നിങ്ങൾക്ക് ഒന്ന് നല്ലത് പറയായിരുന്നു. ബാക്കിയൊക്കെ പോട്ടെ, കാരണം ഒരു ജീവൻ രക്ഷിച്ച കാര്യമാണ്. അല്ല, ഞാൻ ഇറങ്ങണ്ടായിരുന്നോ? അപ്പൊ അബ്ദുൾ റഹീമിന്റെ തല വെട്ടണേന് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലേ? അതിൽ സന്തോഷിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും പറ്റുമോ അങ്ങനെ? ഒരു മനസാക്ഷിയുള്ള ഒരാളും, നിങ്ങളല്ലാതെ ഒരു വ്യക്തി, എന്റെ ശത്രുക്കള് പോലും പറഞ്ഞിട്ടില്ല, നിങ്ങൾ മാത്രമേ പറഞ്ഞത്. ഇതിലും നിങ്ങൾ കുറ്റം കണ്ടു. എന്റെ കൂടെ എത്ര പേര് ഈ വെയിലത്ത് തെണ്ടാനിറങ്ങി രാജക യാത്രയ്ക്കായിട്ട്, എത്രയോ ഫാൻസും ഒക്കെ ഇറങ്ങി, അല്ലാത്തവരും സംഘടനകൾ എത്രയോ പേര് പൈസ തന്നു. ഞാൻ ഇറങ്ങിയില്ല. ഞാൻ ഇറങ്ങിയത് ഒരു മോശമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? ആരെങ്കിലും ഇറങ്ങണ്ടേ? നടു റോട്ടിൽ പിച്ചപാത്രം എടുത്ത് ഇറങ്ങണ്ടേ? ഇറങ്ങിയില്ലേ? ഞാൻ എന്റെ പേരും കാര്യങ്ങളും മാറ്റി. എനിക്ക് സോഷ്യൽ മീഡിയയില് അല്ലെ പലരും AC-യിൽ ഇരുന്നിട്ട് ഇതും തുറന്നു വെച്ചിരിക്കുന്ന പോലെ ഇരുന്ന് എനിക്ക് സംസാരിച്ചൂടെ? 1 കോടി ഇട്ടിട്ട് ഈ 40 ലക്ഷം ചെലവാക്കേണ്ട, വെയിലും കൊള്ളണ്ട, ഞാൻ 1 കോടി കൊടുത്തു, അപ്പോഴും പേര് കിട്ടും. ഈ റോട്ടിൽ ഇറങ്ങണോ? എനിക്കറിയാം 1 കോടി കൊടുത്ത് ഞാൻ AC റൂമിൽ ഇരുന്നാൽ നടക്കില്ല, വല്ല 4-5 കോടി രൂപ കിട്ടുമായിരിക്കും. ഞാൻ പിച്ചപാത്രം എടുത്ത് ഇറങ്ങി. അതൊരു മാർക്കറ്റിംഗാ. മറ്റുള്ളവർക്ക് ഒരു സിമ്പതി ഉണ്ടാവണം, ഒരു കുറ്റബോധം ഉണ്ടാവണം. ജാതി മതം നോക്കിയിട്ടല്ല. എനിക്ക് ജാതിയില്ല, ജനിച്ചത് നസ്രാണിയാന്നുള്ളോ. അതിൽ പറയുമ്പോ ഒരു നസ്രാണിക്കാരൻ ഒരു മുസ്ലിമിന് വേണ്ടി പിച്ചപാത്രം എടുത്ത് റോഡ് മുഴുവൻ തെണ്ടാണ്. അത് ജനങ്ങളിൽ കുറ്റബോധം ഉണ്ടാക്കും, അവർ ശ്രദ്ധിക്കും, നല്ല മനസ്സുള്ളവർക്ക് മനസ്സലിയും എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങിയതാ. ഞാൻ ഇറങ്ങി അത് സാധിച്ചിരിക്കണം. 812 കിലോമീറ്റർ ഓടാൻ ഇറങ്ങി, കാസർകോട്ട് ട്രിവാൻഡ്രം വരെ ഓടിയെത്തി. അന്ന് ഞാൻ കൊടുത്തതേ 10-12 കോടി രൂപ ചെക്കാണ് കൊടുത്തത്, 14 കോടി രൂപയുടെ. അന്നത്തെ മിനിസ്റ്റർ ഉമ്മൻചാണ്ടിയാണ് ചെക്ക് വിതരണം ചെയ്തത്. ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾ അംഗീകരിക്കണം എന്നൊന്നുമില്ല. ചില നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാനല്ല, ആര് ചെയ്താലും അവർക്കത് തുടർന്ന് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇൻസ്പിറേഷന് വേണ്ടി നല്ല കാര്യങ്ങൾ പറയണം. തെറ്റ് കണ്ടാൽ നിങ്ങൾ പറഞ്ഞു,
സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമുക്ക് തിരുത്താം. ഇതിലൊക്കെ എന്താ പറയാ, എന്ത് തെറ്റ, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നിങ്ങളൊരു കാര്യം പറ, നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്ന് നിങ്ങൾ പറഞ്ഞ ആ കാര്യം ഞാൻ ചെയ്യാം. എന്നിട്ടെങ്കിലും നിങ്ങൾ അതൊന്ന് സമ്മതിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എന്ത് ചെയ്താൽ ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു നന്മ ഇതിൽ കാണുന്നില്ല. എന്നോട് എന്താ വൈരാഗ്യം എന്തായാലും. ഞാൻ നിങ്ങളുടെ ഓട്ടത്തിന്റെ സമയത്ത് UK-ല് എന്തോ ഓൺലൈൻ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചു. എനിക്ക് വരാൻ പറ്റിയില്ല. അത് തെറ്റാണ്, വരാൻ പറ്റിയില്ല. കാരണം എനിക്കറിയാം വരാന്ന് പറഞ്ഞിട്ട് എത്താൻ പറ്റിയില്ലെങ്കിൽ അതിൽ ഞാൻ മാപ്പ് ചോദിക്കുക. അത് മാത്രമേ ഒരു കാര്യം എന്റെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായിട്ടുള്ളൂ. ഞാൻ എന്ത് ദ്രോഹമാണ് നിങ്ങൾക്ക് ചെയ്തിട്ടുള്ളത്, അല്ലെ ജനങ്ങൾക്ക് എന്ത് ദ്രോഹമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്? ഞാൻ ഈ കഴിഞ്ഞ 10-25 വർഷത്തിനുള്ള ഒരു 100 കോടി രൂപയെങ്കിലും മിനിമം ഞാൻ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടാവും. അത് ആ നന്മയൊന്നും എനിക്ക് വേണ്ട. പക്ഷെ നിങ്ങൾ ഇങ്ങനെ അധിക്ഷേപിക്കുമ്പോ അതില് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആ ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ, അത് ഞാനല്ല ആരായാലും അത് ചോർന്നു പോകരുത്. കാരണം ഇതുപോലെ ഇനി പല ആവശ്യങ്ങളുണ്ടാവും.